ഉരുൾപൊട്ടൽ കനത്ത മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെട്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും ഉയരത്തിലുള്ള മറ്റു വസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്നതാണ് ഉരുൾപൊട്ടൽ. 2024 ജൂലൈ 30 കേരളത്തിലെ വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. ദുരന്തത്തിന് തൊട്ടുമുമ്പുള്ള 48 മണിക്കൂറിൽ ഈ പ്രദേശത്ത് 570 മില്ലിമീറ്റർ പേമാരി ഉണ്ടായിരുന്നു. കനത്ത മഴയിൽ കുന്നിൻ ചെരിവുകൾ ഇടിഞ്ഞു വീണാണ് ദുരന്തമുണ്ടായത്. കുറഞ്ഞത് 417 മരണങ്ങളും 273-ലധികം സാരമായ പരിക്കുകളും 130-ലധികം പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. 1500-ഓളം വീടുകൾ വാസയോഗ്യമല്ലാതായി തീർന്നു. 2019 പുത്തുമല, 2020 പെട്ടിമുടി, 2021 കൂട്ടുകൽ, 2022 കവളപ്പാറ എന്നിവിടങ്ങളിലെല്ലാം വലിയ തോതിൽ ഉരുൾ ദുരന്തമുണ്ടായി. ഉരുൾ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ മണ്ണിൽ മോയ്സ്ചറൈസ് സെൻസർ, വൈബ്രേഷൻ സെൻസർ എന്നിവ സ്ഥാപിക്കുന്നു. മോയ്സ്ചറൈസ് സെൻസർ മണ്ണിലെ ജലാംശത്തിന്റെ അളവ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നു. വൈബ്രേഷൻ സെൻസർ ഉപയോഗിച്ച് മണ്ണിലെ ചെറിയ കമ്പനങ്ങൾ നിരീക്ഷിക്കുന്നു. റെഡ് അലേർട്ടിന്റെ കൂടെ അപകട സൈറൺ മുഴങ്ങുന്നു. ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് കുറച്ചു അകലത്തിൽ സ്ഥാപിച്ച 2 വലിയ ടവറുകളിൽ ഒരു റോപ്പ് വേ നിർമ്മിച്ച് ആളുകളെ പെട്ടെന്ന് മുകളിലേക്ക് രക്ഷപ്പെടുത്താൻ സംവിധാനം ഒരുക്കാം. റോപ്പ് വേകളിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ക്യാബിനുകൾ താഴേക്ക് ഇറക്കുന്നു. അപകട സമയത്ത് ഈ ക്യാബിനിൽ കയറ്റി ആളുകളെ ഉയരത്തിലെത്തിച്ച് റോപ്പ് വേയിലൂടെ സുരക്ഷിതരാക്കാം.